ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈ കാണുന്ന അൽഫാമിൻ്റെ തന്നെ കേട്ടോ. 1-2 വർഷങ്ങളായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന റെസിപ്പിയാണ്. സംഭവം അടിപൊളിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ഗ്രീൻ മസാല ഉണ്ടാക്കിയെടുക്കണം. അതിനുള്ള സാധനങ്ങളൊക്കെ കേട്ടോ മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നത്. കറക്റ്റ് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് നോക്കിയാൽ മതി. അങ്ങനെ ഗ്രീൻ മസാല ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ മസാല പൊടികളും 2 സ്പൂൺ കേർഡും ആവശ്യത്തിനുള്ള ഉപ്പും സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കഴുകി വൃത്തിയാക്കി ചിക്കനിലേക്ക് ഞാൻ വരകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ മസാല ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്യാണ് കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ട് വേണമെങ്കിൽ ഓവർനൈറ്റ് വെക്കാം, അതാവുമ്പോഴാണ് നല്ല അടിപൊളിയായിട്ട് മസാല ഒക്കെ പിടിച്ച് കിട്ടുക. ഞാനിവിടെ സമയമില്ലാത്തതുകൊണ്ട് ഒരു 5-6 മണിക്കൂർ വെക്കാമെന്ന് വിചാരിച്ചേ, പക്ഷേ ക്ഷമ കിട്ടിയിട്ട് ഒരു 4 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. ഞാൻ ഇവിടുത്തെ ഓവനിലാണ് കേട്ടോ ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിലും ചെയ്തെടുക്കുക. എനിക്ക് തോന്നുന്നു പാനിൽ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ചിക്കൻ ജ്യൂസി ആയിട്ട് എനിക്ക് കിട്ടിയതുപോലെ എനിക്ക് തോന്നലുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് നല്ല മടിയുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓവനിലാണ് കേട്ടോ വെക്കുന്നത്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഓവനിൽ ഞാനൊരു 40 മിനിറ്റ് വെച്ചിട്ടുണ്ട് 200°C കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 30 മിനിറ്റ് വെച്ചാലും മതി. എനിക്കിങ്ങനെ ചിക്കൻ കുറച്ച് കരിഞ്ഞൊക്കെ ഇരിക്കണേ കാണാനാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ 40 മിനിറ്റ് ബേക്ക് ചെയ്തത്. പിന്നെ ഇതിന് വേണ്ടി നമ്മളൊരു സോസ് ഉണ്ടാക്കണം, ഒരു നല്ല മധുരവും എരിവൊക്കെ ഉള്ളൊരു സോസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ബട്ടറിൽ ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി ചിക്കൻ മാരിനേറ്റ് ചെയ്തുള്ള മസാലയില്ലേ, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കട്ടോ. ഇനി നന്നായിട്ട് ബട്ടറിൽ ഇതെല്ലാം മിക്സ് ചെയ്ത് വരുമ്പോൾ ഇതിലേക്ക് 2 തരം സോസ് ആഡ് ചെയ്ത് കൊടുക്കണം. ചില്ലി സോസും ടൊമാറ്റോ കെച്ചപ്പാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഈ മസാലയിൽ നമ്മുടെ ഗ്രില്ല് ചെയ്ത് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. 2 സൈഡും തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഈ മസാലയിൽ പൊതിഞ്ഞെടുക്കണം കേട്ടോ. ഇങ്ങനെ ആകുമ്പോഴാണ് ഇതിനൊരു നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടുക. ഇത് കുബൂസിൻ്റെ കൂടെയും പൊറാട്ടയുടെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാനുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഇങ്ങനെ പറയുമ്പോൾ കുറേ ഉള്ള പോലെ തോന്നും, പക്ഷെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഞാനിവിടെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടാണ് കേട്ടോ നമ്മുടെ മയോണീസ് ഉണ്ടാക്കിയിട്ടുള്ളത്.